നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് UAE അലൈനിലെ അൽബത്ബ ജയിലിൽ കഴിയുന്ന 24-കാരനായ മകനെയോർത്ത് വെന്തുരുകിയ മനസ്സുമായി ജീവിക്കുന്ന മാതാവുണ്ട് തലശ്ശേരിയിൽ. വിധവയും രോഗാതുരയുമായ നെട്ടൂരിലെ തെക്കേപ്പറമ്പത്ത് അരങ്ങിലോട്ട് ലൈലയാണ് മകൻ മുഹമ്മദ് റിനാഷിന്റെ ജീവന് വേണ്ടി പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി കഴിയുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് UAEയിലെ അലൈനിലെ അൽബത്ബ ജയിലിൽ കഴിയുന്ന 24-കാരനായ മകനെയോർത്ത് വെന്തുരുകിയ മനസ്സുമായി ഒരു മാതാവ് നിസ്സഹയായി വിലപിക്കുകയാണ്. വിധവയും രോഗാതുരതയുമായ നെട്ടൂരിലെ തെക്കേപ്പറമ്പത്ത് അരങ്ങിലോട്ട് ലൈലയാണ് മകൻ മുഹമ്മദ് റിനാഷിന്റെ ജീവന് വേണ്ടി പ്രാർത്ഥനാനിരതമായ മനസ്സുമായി കഴിയുന്നത്. പോയിട്ടൊരു കൊല്ലായി അവിടെ പണിയെടുത്തോണ്ടിരിക്കുന്നത് അല്ലൈൻ ടൗണിൽ തന്നെയാണ് ജോലി ചെയ്യുന്നുണ്ടായി. അങ്ങനെ ഒരു അറബി പറഞ്ഞു എൻ്റെ പൊരിക്ക് സാധനമെല്ലാം കൊണ്ടു കൊടുക്കണം. അങ്ങനെ എൻ്റെ മോന് പണിൻ്റെ അടുക്ക് ഫോണ് വിളിച്ച സാധനമെല്ലാം കൊണ്ടു കൊടുക്കാൻ പോകുന്നതാണ്. അങ്ങനെ ഈ അറബിൻ്റെ സ്വഭാവം കുറച്ച് സ്വഭാവം നമ്മൾ പറയണ്ട. അങ്ങനെ ഈ അറബിൻ്റെ അടുത്ത് സാധനം കൊണ്ടു കൊടുക്കാൻ പോകുന്നതാണ്. പോയി അപ്പോൾ എന്താ അറബിക്കാരനായെന്ന് അറിയില്ല. അപ്പോഴും എൻ്റെ മോനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അകത്ത് പോയി കത്തിയെടുത്തിട്ട് വന്നേരം ഇങ്ങനെ ബേക്കിൽ കൈയാക്കിയിട്ടാണ് വന്നത്. അപ്പോഴും എൻ്റെ മോനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴും എൻ്റെ മോൻ്റെ ഇറക്കി ഇങ്ങനെ കത്തിയടിക്കാൻ വന്നേരം അപ്പോഴും എൻ്റെ മോൻ കൈ തടി 29 സ്റ്റിച്ച് പുറത്തു 29 അകത്ത് ഇങ്ങനെയായിട്ട് സ്റ്റിച്ചുണ്ട്, തുന്നലുണ്ട് കൈക്ക്. UAE അലൈനിൽ ട്രാവൽ ഏജൻസിയിൽ ജോലി ചെയ്യുകയായിരുന്നു റിനാഷ്. അറബി ആവശ്യപ്പെട്ടതനുസരിച്ച് വീട്ടു സാധനങ്ങൾ വാങ്ങി അറബിയുടെ വീട്ടിൽ കൊണ്ടുപോയി നൽകി. വീട്ടിലുണ്ടായിരുന്ന മാനസിക വിഭ്രാന്തിയുള്ള UAE പൗരൻ റിനാഷിനെ അകാരണമായി ആക്രമിക്കുകയും കത്തികൊണ്ട് ദേഹമാസകലം മുറിവേൽപ്പിക്കുകയും ചെയ്തു. രക്ഷപ്പെടാനുള്ള മൽപ്പിടുത്തത്തിനിടയിൽ അതേ കത്തികൊണ്ട് തന്നെ മുറിവേറ്റ UAE പൗരൻ മരണപ്പെടുകയായിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റിനാഷ് മരണവും കാത്ത് ജയിലിൽ കഴിയുകയാണ്. നിർധനരായ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു റിനാഷ്. രാഹുൽ ഗാന്ധി എന്റെ ഫോൺ പറഞ്ഞിട്ട് ഞാൻ രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുമ്പോ രാഹുൽ ഗാന്ധിന്റെ അടുത്ത് കൊടുക്കുമ്പോ ഓരോ ഒന്ന് കാണുമ്പോ ഞാനിങ്ങനെ എൻ്റെ കൈകൊണ്ട് ഇങ്ങനെ ആയിപ്പോയിമ്മ, ഞാൻ ചെയ്തതല്ല, അർപ്പട്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു മോന് പേടിക്കേണ്ട മോനെ, ഞാൻ പോവാ, ഞാൻ റേഡിയോ ഉള്ളിടത്ത് ഞാൻ പോയിട്ട് ഞാൻ ഇതിന്റെ കാര്യം പറയും. എൻ്റെ മോൻ ഗൾഫിൽ ഇപ്പൊ 2ാമത്തെ കൊല്ലം 3ാമത്തെ കൊല്ലം. തളർന്നുപോയി മാതാവ് ലൈല. നാളിതുവരെ യാതൊരു കുറ്റകൃത്യത്തിലും പെടാത്ത മകനെയോർത്ത് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കിട്ടാൻ കേരള എംബസി, കേരള മുഖ്യമന്ത്രി സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ, ഷാഫി പറമ്പിൽ MP, മുൻ വിദേശകാര്യമന്ത്രി V മുരളീധരൻ തുടങ്ങിയവർക്കെല്ലാം സങ്കട ഹർജി നൽകി പ്രതീക്ഷയോടെ കലങ്ങിയ കണ്ണുകളുമായി ഈ ഉമ്മ കാത്തിരിക്കുകയാണ്. സമഗ്ര ന്യൂസ്, തലശ്ശേരി.